മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ആ മദ്ഹ് ഓതുമ്പോ ആ മദ്ഹ് ചൊല്ലുമ്പോ ഹബീബായ തങ്ങളെ അങ്ങേ അറ്റം സ്നേഹിച്ചതായ ഖൽബാകെ അതാ പൊട്ടിപോളൂ. കണ്ടില്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമുടെ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളൊട്ടിಗೆ ഓർക്കമെന്ന് ചൊന്നില്ലേ യാ റസൂലല്ലാഹ്, നബിയേ നക്ക് ഏറ്റവും വലിയ ഇഷ്ടം നബിയേ മൂന്ന് കാര്യത്തിൽ എനക്ക് ഏറ്റവും വലിയ ഇഷ്ടം നബിയേ. അള്ളാന്റെ റസൂലിരട്ടിಗೆ ചൊന്നിട്ടു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലു നബിയേ, ഒന്നാമത് നബി തങ്ങളെ എതിർലതിക്കട് ഭയങ്കര ഇഷ്ടമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്ലിസില് അവിടുത്തെ മുഖം നോക്കിയിട്ട് തെക്കിട് നിനക്ക് ഭയങ്കര ഇഷ്ടമാ നബിയേ. ജല്ലാമത് യാ റസൂലല്ലാഹ്, നബിയേ ഹബീബായ നബി തങ്ങളെ മദ്ഹ് ചൊല്ലത് മദ്ഹ് കേക്കിട് നക്ക് ഭയങ്കര ഇഷ്ടമാ നബിയേ. നോക്കുറു നങ്ങ മഗ്രിബോടുകൂടെ തെച്ചങ്ങ ഈ റായത്തെ വളരെ പിറുസപ്പെട്ടതായ ഈ റായത്തെ ജമാഅത്ത് ആണിങ്ങോ ഓരോരോ പെണ്ണിങ്ങും പാലക്കാരും മക്കോ മാഷാ അല്ലാഹ് ഹബീബായ നബി തങ്ങളൊട്ടികെയുള്ള ആ പിറുസത്തോടുകൂടെ എത്ര ജാവായെങ്കിലും എത്ര ലേറ്റായെങ്കിലും പ്രശ്നമല്ല, ഹബീബായ നബി തങ്ങളെ സ്മരിക്കടെ മജ്ലിസില് അവിടുത്തെ ആ പേരുകളുടെ മജ്ലിസില് ഞങ്ങൾ തെക്കാണ്ട് ചെന്നിട്ടോ നേരത്തെ വന്ന് തെച്ചതായ ഇവിടെ കൂടിയ ഓരോരോ ആണിങ്ങവും പെണ്ണിങ്ങോ അല്ലാ നീ ആഫിയത്ത് കൊടു അല്ലാ, ദീർഘായുഷ് നൽകല്ലാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത് ചൊല്ല നബിയെ തങ്ങളെ മദ്ഹ് ചൊല്ലതോ തങ്ങളെ മദ്ഹ് കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാ നബിയേ. മാത്രമല്ല മൂന്നാമത് ചൊല്ല വല്ലിയുഫാകുമലി ലദൈക യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളുടെ മദ്ഹ്ബേനായിട്ട് തങ്ങളുടെ മദ്ഹ് ചെല്ലുകബേനായിട്ട് വരിക്ക് വെക്കടങ്കത്തെ ആ മജ്ലിസ് നന്റെ പണത്തെ നാന് ചെലവാക്കിടത് നക്ക് ഭയങ്കരമായി ഇഷ്ടമാ നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ചൊല്ലുമ്പോ ഈ റിപ്പമ്പേട്ടിലുള്ള ഈ ഇവിടുത്തെ ആൽമാർ മാഷാ അല്ലാഹ് ആ ഗേറ്റ് ഉൾകനൂളുമ്പമേ എന്തോ ഒരു സന്തോഷം അല്ലേ. എത്ര ലൈറ്റിങ്ങൾ ഇട്ടിട്ട് എത്ര ആൽമാരി ഇത്രയും നല്ല റാഹത്തിൽ നിൽക്കുമ്പോ എന്തുകൊണ്ട് ഈ റായത്തെ ആൽമാർ ഇതൊക്കെ പേനായിട്ട് ചെലവാക്കിടറ്, ഇതൊക്കെ പേനായിട്ട് പൈസ ചെലവാക്കിടറ്, അധ്വാനിക്കിടറ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പരിപൂർണമായ ആ പൊരുത്തത്തിന് വേനായിട്ട് അവിടുത്തെ പൊരുത്തം കിട്ടണ ഒരു ആശല് നോക്കൊരു ഞങ്ങളെ റായത്തെ ഓരോരോ ആൽമാറി മാഷാ അല്ലാഹ് ഈ റായത്ത് കടന്നു വരുമ്പോ ഈ റായത്തെ ഓരോ ആൽമാരെ പിരിസപ്പാട് തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധോ മാഷാ അല്ലാഹ് എത്ര വലിയ റാഹത്താ അല്ലേ. ഈ റായത്ത് ഭയങ്കര ഒരു റാഹത്തായിട്ട് വന്നിട്ടാകുമ്പോ ഈ റായത്തെ ആൽമാരെ ഓരോരോ പ്രവർത്തനവും
ഓരോരോ പലക്കവും നല്ല പലക്ക. ഹബീബായ നബിത്തങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പഠിപ്പാട്ടിയത് ആ നിലക്കുള്ള നല്ല പലക്കവും ഇവിടുത്തെ ഓരോരോ ബൈസമാർ, ഓരോരോ മാലക്കാർ, ജമാഅത്തിരങ്ങ, കമ്മിറ്റിമാരവായിങ്ങ അല്ലാഹുവേ നിലനിർത്തനെ അല്ലാ. എന്തുകവേനായിട്ട് ഇത്രയും അധ്വാനിക്കിടറ്, എന്തുകവേനായിട്ട് ഇത്രയും ചെലവാക്കിടറ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ നേതാവുടെ മജ്‌ലിസ് വേനായിട്ട്, അവിടുത്തെ പൊരുത്തത്ത് വേനായിട്ട്, അതല്ലേ മഹാന്മാരായ ആൾക്കാർ ഹബീബായ നബി തങ്ങളെ പേരിലുള്ള ഹദീസ് ഓതുമ്പോ വല്ലാത്ത ഗൗരവമാ. ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഹബീബായ നബി തങ്ങളെ ആ പേരുകളുടെ മജ്‌ലിസിൽ അവിടെ കൂടുമ്പോ അവിടെ ഉള്ള ഒരു ഗൗരവം. മഹാന്മാരായ പണ്ഡിതന്മാർ നോക്കൊരു മഹാനായ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു തങ്ങൾ വല്ലാത്ത കുസാളുടെ ആല. ഇബ്നു സിരീൻ തങ്ങൾ വല്ലാത്ത കുസാളുടെ ആല. വാള് ചൊല്ലുമ്പോഴും ആൽമാര് അതാ മനസ്സിലാകും പോലെ കുസാൽ എന്തെങ്കിലും ചൊന്നിട്ടോ അങ്ങനെ മനസ്സുക മണവരിക്ക് ആക്കി കൊടുക്കുമ്പോ അതിരെ ഇടല ഹബീബായ നബി തങ്ങളെ പേരെങ്കാലും വന്നെങ്കിൽ പിന്നെ അവിടെ അണക്കമില്ല. പിന്നെ ശബ്ദമെല്ലാം കുറച്ചിട്ട് വളരെ അച്ചടക്കത്തിലത് കിടങ്കത്തെ മഹാനായ ഇബ്നു സീരീൻ തങ്ങളുടെ പ്രവർത്തനമാ. അത്രയും വലിയ പവറുണ്ട് ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് ചൊല്ലിക്കത്തെ മജ്‌ലിസ്. എന്തുക നിങ്ങൾ ഹബീബായ നബി തങ്ങളെ ഇത്രയും വല്ല സ്നേഹിക്കടാ, എന്തുക നിങ്ങൾ ഇത്രയും ആദരിക്കടാ. നോക്കുറു നങ്ങ നിസ്കരിക്കിരങ്കെത്തിയതായ 5 വഖത്ത് നിസ്കാരോ അതിരെ രൂപവും അതെല്ലാം നിങ്ങൾക്ക് ചൊന്നു തന്നെ ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളെ വിളിക്കാത്ത ഒരു നിസ്കാരമുണ്ടോ? നബി തങ്ങളെ സ്മരിക്കാത്ത ഒരു ബാങ്കുള്ളോ? നബി തങ്ങളെ സ്മരിക്കാത്ത ഒരു ഇഖാമത്തുണ്ടോ? നബി തങ്ങളെ പേര് ചെല്ലാത്ത സ്വലാത്ത് ചെല്ലാത്ത ഒരു ദുവയുണ്ടോ? നബി തങ്ങളെ സ്മരിക്കാത്ത ഒരു ഖുതുബയുണ്ടോ? നബി തങ്ങളെ സ്മരിക്കാത്ത ഒരു നിക്കാഹുണ്ടോ? നബി തങ്ങളെ സ്മരിക്കാത്ത ഒരു യാത്രയുണ്ടോ? ഇതെല്ലാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പാട്ടുമ്പോ എല്ലാ നന്മകളും പഠിപ്പാട്ടിയത് ഞങ്ങളെ ഉമ്മാമ്പടെ ബഹുമാനിക്കൊണ്ടുള്ള പഠിപ്പാട്ടിയ ഒരു നേതാവ്. ആ ഉമ്മക്ക് എത്ര ബല കൊടുക്കണോ, ഞങ്ങളെ ബാപ്പക്ക് എത്ര ബല കൊടുക്കണോ, ഞങ്ങളെ റായത്തെ ഹിരിയാൽമാർക്ക് എത്ര ബല കൊടുക്കണോ, റായത്തെ ഉസ്താദന്മാർക്ക് എത്ര ബല കൊടുക്കണോ, സയ്യിദന്മാരെ എങ്ങനെ ബഹുമാനിക്കണോ, സയ്യിദന്മാരെ എങ്ങനെ ആദരിക്കൊണ്ടിട്ട് പഠിപ്പാട്ടിയ ഒരു നേതാവുണ്ടെങ്കിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ. ഞങ്ങളെ ഉമ്മടെ എങ്ങനെ ആദരിക്കണു, എങ്ങനെ ബഹുമാനിക്കണു പഠിപ്പാട്ടിയ ഒരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കൊരു ഞങ്ങളെ റായത്തിൽ കുറെ ഹിരിയ വ്യക്തികളുള്ളത്. മാഷാ അല്ലാഹ്, അല്ലാഹു അങ്ങക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. എത്ര ഹിരിയ വ്യക്തികളുള്ളത് ഞങ്ങളെ റായത്തില്. ആ ഹിരിയ വ്യക്തികളെ എങ്ങനെ ബഹുമാനിക്കണോ
ആദരിക്കലുണ്ട് ഞങ്ങൾക്ക് പടിപ്പാട്ടിയ നേതാവാറ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞങ്ങളെ മൂത്തങ്ങളെ എങ്ങനെ ബഹുമാനിക്കണോ, ഞങ്ങളെ ചെറിയ ആൾമാരെ എങ്ങനെ സ്നേഹിക്കണോ, റായത്തെ ആൾമാരൊട്ടിക എങ്ങനെ വേണോ, അയൽവാസികളൊട്ടിക ഞങ്ങൾ എങ്ങനെ വേണോ, കുടുംബത്തിൽ ഞങ്ങൾ എങ്ങനെ അതേ പ്രവർത്തിക്കണോ, കുടുംബത്തങ്ങളൊട്ടിക എങ്ങനെ പേരുണ്ട് പടിപ്പാട്ടിയ ഒരു നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നേതാവുടെ കിനാവ് കാണുക, സ്വപ്നം കാണുക. അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹ്. ആൽമാർ ഞങ്ങൾ ചിന്തിക്കൊരുള്ളേ, കാലി ഇത്രയും വലിയ ഇങ്ങനെയുള്ള മജ്ലിസ് മാത്രം ഒരിക്കൽ തയ്യാറാക്കിയെങ്കിലും അയ്യാവല മീലാദ് റാലി പോകുമ്പോ പച്ചക്കൊടിയുമായ പാർവട്ടിയെങ്കിലും അയ്യാവല ഹബീബായ നബി തങ്ങളെ ഞങ്ങളെ കിനാവുല പറഞ്ഞു. അവിടുത്തെ കിനാവ് ഞങ്ങൾക്ക് കാണണു ചൊല്ല ആശ ഞങ്ങൾക്ക് വേണു. അല്ലാഹുവേ തൗഫീഖ് താ അല്ലാഹ്. ഫൈൻ റആഹു മദീനുൽ കലല്ലാഹു ദൈനാ. അള്ളാന്റെ റസൂലുടെ കിനാവ് കണ്ടങ്ങ ഉള്ളറാ. അങ്ങനെ അല്ലാഹു അങ്ങനെ കടങ്ങളെ തീർത്തു കൊടുക്കിടാണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഇൻ റആഉ സറൂർ അജ്ജൽ ബൈത. അതേ ഹബീബായ നബി തങ്ങളെ കിനാവ് കണ്ടങ്ങ അങ്ങ് ഹജ്ജിക്ക് പോകേണ്ട ഭാഗ്യമുണ്ടോ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഞങ്ങളെ ദോഷങ്ങളെ പുറത്തു കൊടുക്കടാ. വലിയ അബവൈ ഞങ്ങളെ ബാപ്പന്മാരെയോ ഞങ്ങളെ ഉമ്മമാരെയും ദോഷങ്ങളെ പുറത്തു കൊടുക്കടാ. അല്ലാഹു അങ്ങക്ക് ഈമാനോട് കൂടെയുള്ള മരണം കൊടുക്കടട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കിടാവ് കാണുള്ള തൗഫീഖ് ഭാഗ്യോ അല്ലാഹ് നീ നൽകി അനുഗ്രഹിക്കണോ അല്ലാഹ്. എല്ലാരെ മനസ്സിൽ വേണു ആസയില്ലേ? ഹബീബായ നബി തങ്ങളെ കാണുക ആസയില്ലേ? ഉണ്ടാ കാണണല്ലേ? അല്ലാഹു ഞങ്ങൾ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആൽമാറി കണ്ടില്ലേ? മഹാനായ അഹ്മദ് റിളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു തങ്ങളതാ നബി തങ്ങളെ പലവറ്റം കിനാവുകളുടെ ആലാ. നബി തങ്ങളെ പലവട്ടം കിനാവുകളുടെ ആലാ. അതല്ലേ തന്റെ ശിഷ്യന്മാരൊട്ടിಗೆ മരിക്കിരാട്ടി മുന്നൊളിച്ചൊന്ന വസിയത്ത്. അല്ലയോ നന്റെ ശിഷ്യന്മാരായ മക്കള്, നാന് മരിച്ചൽ പിന്നെ നന്റെ അടിയുടെ കബറ് നന്റെ താഴ് കബറ് ഒന്നൊരു തെല്ല് നീലമായിട്ട് നിങ്ങൾ എടുക്കുറോ. നിങ്ങൾ എടുക്കുന്നു നന്റെ തായ് കബറോ. നന്റെ കബറ് നിങ്ങത്തെ അടിക്കടെ കബറ് നിങ്ങത്തെല്ല് ബെല്ലിയാക്കണോ. ശിഷ്യന്മാര് കേട്ടര അല്ല ഉസ്താദേ എന്തിരക്ക് അത്? എന്തുകൊണ്ടാ നിങ്ങളെ കബറ് അടിയെ കബറ് ഒന്ന് നീലമാക്കുക നിങ്ങൾ ചൊന്നൊരു ശിഷ്യന്മാരൊട്ടിക ഉസ്താദ് ചൊന്ന പലക്കാ. നന്റെ മക്കള് ഹബീബായ നബി തങ്ങളെ പലവറ്റം നാന് കണ്ട. മാത്രമല്ല നാന് മരിച്ചൽ പിന്നെയോ ഹബീബായ നബി തങ്ങൾ നന്റെ കബറിൽ വന്നാൽ ആ
നബിത്തങ്ങൾ ആദരിക്കൊടല്ലേ, ബഹുമാനിച്ച് എനിക്കൊടല്ലേ. അതുകൊണ്ട് നന്റെ കബുറെ നാൻ അടി കബുറെന്ന് നീളമായി ഒന്ന് ബലിയാക്കിട്ടെടുക്കണോട്ട് ചൊന്നര മക്കള്. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിത്തങ്ങളെ കാണുക അല്ലാഹ്, കിനാവുല കാണുക നീ തൗഫീഖ് താ അല്ലാഹ്. എത്രയോ പണ്ഡിതന്മാർ, എത്രയോ ഔലിയാക്കന്മാർ ഹബീബായ നബിത്തങ്ങളെ കണ്ടില്ലേ. നന്റെ പിർഷത്തെ ഉമ്മമാരട്ടികയിൽ ചൊല്ലട്ട, ഞങ്ങളെ മക്കക ഹബീബായ നേതാവുടെ ഹബീബായ നബിത്തങ്ങളെ ഞങ്ങൾ ചൊന്നുകൊടുക്കുറൂ. അള്ളാന്റെ റസൂല് ചൊന്നില്ല, അല്ലിമൂ ഔലാദക്കും മഹബ്ബത്തല്ലി റസൂലില്ലാഹ്. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഹബീബായ നബിത്തങ്ങളെ ചൊന്നു കൊടുക്കറോ. നന്റെ പിറുസത്തെ ഉമ്മമാരിട്ടുകയോ ബാപ്പമാരിട്ടുകയോ ചൊല്ലട്ടോ. ഞങ്ങളെ മക്ക പലക്ക സ്റ്റാർട്ടാക്കുമ്പോ, ഞങ്ങളെ മക്ക പലക്ക വരെയോ സ്റ്റാർട്ടാക്കുമ്പോ ഹബീബായ നബിത്തങ്ങളെ പരിചയാക്കി കൊടുക്കറോ. ഹബീബായ നബിത്തങ്ങളെ ഗുരുത്വമാക്കി കൊടുക്കറോ. നന്റെ പിറുസത്തെ ഉമ്മമാറ് ഞങ്ങ മക്കളെ ചെറുപ്രായത്തിലുള്ള ഞങ്ങളെ മക്കള്, ആ മക്കളെ മുട്ട ഞങ്ങ ചെമ്മയായിട്ട്, അതാ ചെമ്മയായിട്ട് ഞങ്ങളെ മക്ക ഞങ്ങളെട്ടി കഴിക്കുമ്പോ ആ മക്കൾക്ക് ഞങ്ങ ഹബീബായ നബിത്തങ്ങളെ ചൊന്നുകൊടുക്കുറുമ്മ. അതല്ലാണ്ട് ഞങ്ങളെ മക്കൾക്ക് എങ്ങനെ മൊബൈലെത്തനോ, എങ്ങനെ ആ മക്കൾക്ക് ഗെയിം കളിക്കണോട്ട് ചൊന്നു കൊടുക്കണല്ല. ഇപ്പൊ പിന്നെ മുന്നത്തെ പോലെ അല്ലല്ലേ. ഇപ്പല്ല ഗെയിം കളിക്കുക മക്കൾക്ക് പഠിപ്പാട്ട്, മക്കമേ ഞങ്ങൾക്ക് പഠിപ്പാട്ടു. ഇപ്പൊ മക്കമേ ഞങ്ങൾക്ക് പഠിപ്പാട്ടു പറ അല്ലേ. അത്രയും മക്കൾക്ക് ഇപ്പോ ഞങ്ങളെക്കാൾ മൊബൈലിലെ സിസ്റ്റം എല്ലാം മക്കൾക്ക് ഒന്നുണ്ടു. അള്ളാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ മക്ക ഞങ്ങളൊട്ടിಗೆ ചെമ്മ ടൈമിക്കിടാറ്. ആ ടൈമില് ഞങ്ങളെ ഹബീബായ നബിത്തങ്ങളെ ചെറിയ പ്രായത്തിൽ ನಾನು ചൊന്നു കൊടുക്കുന്നുണ്ട്. എന്തിരക്ക് ചൊന്നുകൊന്നില്ല. നാനൊരു ചരിത്ര ചൊന്ന ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുറൂ. സമർകന്ദിലെ അതാ ഒരു ഉമ്മയും അതാ 6 വയസ്സുള്ള ഒരു കിടാവിന് സമർകന്ദിയുടെ റായത്തില് ഒരു ഉമ്മയും 6 വയസ്സുള്ള ഒരു കിടാവിന് ഉമ്മ ചെറുക്കുക. ആ കിടാവുക 6 വർഷാവുമ്പോല് പലക്ക പറയുക സ്റ്റാർട്ടാക്കുമ്പോല് ഹബീബായ നബിത്തങ്ങള് അങ്ങ് നല്ലോണം ചൊന്നു കൊടുത്തു. അല്ലേ മോനെ, ഞങ്ങളെ നബിയാരിട്ട് കൊന്നില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബിയുടെ പെത്ര എവിടെട്ട് കൊന്നില്ല മോനെ. അത് മക്കയില. നബി വഫാത്തായത് മരിച്ചത് എവിടെട്ട് കൊന്നില്ല. അത് മദീനയില. നബിയുടെ ഉമ്മാരിട്ട് കൊന്നില്ല. അത് ആമിന ഉമ്മ. നബിയുടെ ബാപ്പയാരിട്ട് കൊന്നില്ല. അബ്ദുല്ലാ. ഇങ്ങനെ ഓരോരോ നബിത്തങ്ങള്, ഓരോരോ വിഷയങ്ങളും അതുകളോ ഹബീബായ നബിത്തങ്ങളെ സംബന്ധിച്ച് ഈ 6 വയസ്സുള്ള കിടാവുക ചൊന്നു കൊടുക്കുമ്പോ മാഷാ അല്ലാഹ് ആ കിടാവാകെ ഹബീബായ നബിത്തങ്ങളെ പിറുസമ്പത്ത് ആ കിടാവുക അതാ ഹബീബായ നബിത്തങ്ങളില്ലാണ്ട് നബിത്തങ്ങള് അതാ മത് ചൊല്ലാണ്ട് ആ ഉമ്മടെ വറങ്ങുക പുള്ള എല്ലാ നാലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ
തങ്ങളെ മത് ഇങ്ങനെ കേട്ട് കേട്ട് ആ കിടാവുക 7 വർഷമാകുമ്പോ മാഷാ അല്ലാഹ് ഉമ്മരട്ടിയ ചൊല്ലുടെ ഉമ്മ മദീനയിൽ കിടക്കിട ഹബീബിടെ നക്കൊന്ന് കാണണം ഉമ്മ ആ മദീനത്ത് ഒന്ന് പോടും ഉമ്മ മാഷാ അല്ലാഹ് കിടാവാരെങ്കിലും അതാ കിടാവുക നടക്കിടങ്കത്തെ ശക്തിയില്ല അതാ ജന്നത്ത് കാലം തകർന്നു പോയ കിടാവാ ജന്നത്ത് കാലം ബലയില്ലാത്ത കിടാവായിട്ട് കിടയത് അപ്പലാ ഉമ്മ ചൊല്ലുടെ അല്ല മോനെ നിന്റെ കാലുക നടക്കിടങ്കത്തെ ശക്തി ഇല്ലല്ല മോനോ എങ്ങനല മോന് പോണ്ട നീന് അതിനെ കൊന്തില്ല ഉമ്മ നക്ക് നേതാവുടെ മുട്ട പോനു ആ മദീനത്തുക പോനുമ്മ അതേ 7 വർഷാവുമ്പോ ഉമ്മ അതാ വേറെന്തല്ല ചൊന്ന് സമാധാനിച്ചിട്ട് അങ്ങനെ കിടാവുക 8 വർഷമാവിടോ 8 വർഷാവുമ്പോ ഉമ്മരട്ടിക എടുത്ത് മോനോ ഉമ്മ ഹബീബായ നേതാവുടെ മുട്ട പോനുമ്മ ആ മദീനത്ത് കണക്ക് പോനുമ്മ ഉമ്മ വേണ്ട മോനെ നീ ശരിയല്ലേ അങ്ങനെ ചൊന്നു സമാധാനിക്കുമ്പോ അതേ കിടാവുക ഒളിയുമ്പോ വർഷാവുമ്പോ ചരിത്ര ശ്രദ്ധിക്കൊരു ഉമ്മ പെങ്ങളെ ബാലക്കാരാ ഞങ്ങൾക്കുമാ മദീനത്ത് കൊന്ന് പോലെ ആ നേതാവിനൊന്ന് കാണണ്ടേ അതേ ആ ഒലിമ്പോ വർഷമുള്ള ആ മോന് ഉമ്മടെ തുണി പിടിച്ചിട്ട് ചൊല്ലുടെ പലക്കുന്നര ഉമ്മ ഹബീബായ നബി തങ്ങളെ മുട്ട പോലോ ആ മദീന ഒന്ന് കാണണം ഉമ്മ അങ്ങനെ ഉമ്മാതാ കിടാവുടെ ഒത്തായത്തില് ഉമ്മ സമ്മതിക്കട് അല്ല മോനെ നീ എങ്ങനെ പോണ്ട മോനെ നിന്റെ കാലുക ബലയില്ലല്ല മോനോ അങ്ങനെ ഇന്നെങ്കിലോ ഉമ്മ നാണ് എങ്ങനെങ്കിലോ പറഞ്ഞിട്ട് നാന് ഉരുണ്ട് നാന് നബി തങ്ങള് നക്ക് ആ മദീന കാണണം ഒലിമ്പ വർഷ പ്രായമുള്ള വയസ്സുള്ള മോനോ ഉമ്മടെ തുണി പിടിച്ചിട്ട് കേൾക്കുമ്പോ ഉമ്മ അതാ മോന്റെ ഒത്തായത്തിൽ അങ്ങ് സമ്മതിക്കട് അങ്ങനെ ഉമ്മ അതാ മോന്റെ ഒരു കുഞ്ചില് ഒരു പാത്രത്തില് ഒരിടത്തില് ഒരു തഥാ തണ്ണി നൊറോടിയാക്കി തൂക്കൂടോ പിന്നൊരു കുഞ്ചിലതാ അങ്ങ് ഈത്തപ്പഴോ തൂക്കൂടൂ അങ്ങടെ ഉമ്മ മോന്റെ യാത്രയാക്കുമ്പോ മാഷാ അല്ലാഹ് ഉമ്മ മോന്റെ യാത്രയാക്കുമ്പോ ഒലിമ്പോ വർഷമില്ല മോനോ ഉമ്മരട്ടിയ ചെന്ന പലക്കന്തരകം തുല്ല ഏ ഉമ്മ ഹബീബായ നേതാവുടെ മുട്ട നാന് പോണ്ട ഉമ്മ പക്ഷേ നാണെങ്കാലോ തിരിച്ചു വരാനുണ്ട് നാണെങ്കാലും മരിച്ചു പോയെങ്കില് ഉമ്മ ആഖിറത്തിൽ കാണാവോ അല്ലാഹുടെ കോടതിയിൽ കാണാം ഉമ്മ മോന്റെ യാത്രയാക്കട് നിങ്ങ നോക്കൂ ഞങ്ങളെ മക്ക സ്കൂളിൽ പോകുമ്പോ
ഉമ്മ മക്കളെ നല്ല കുളിപ്പാട്ടിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് ആ മക്കളെ സ്കൂൾ യാത്ര വിടുമ്പോ ആ മക്കളെ തലമായും പോലെ ആ മക്ക മറയും പോലെ ഉമ്മ ഇങ്ങനെ നോക്കി നിക്കട്. അതേപോലെ ഈ ഒലിമ്പ വർഷമുള്ള ഈ മോള് യാത്രയാക്കിട്ട് ഇങ്ങനെ പറണ്ട് പോകുമ്പോ അതാ സമർക്കന്തിലെ മദീനത്ത് എത്തുള്ളൂ. അങ്ങനെ പറണ്ടിട്ട് പോകുമ്പോ ഉരുണ്ടിട്ട് പോകുമ്പോ ഉമ്മ നോക്കടൂ. ആ കിടാവ് മദീനയുടെ യാത്രയാ, മദീനയുടെ ലക്ഷ്യമാ. ഒലിമ്പ വറുസുള്ള കിടാവ് അങ്ങ് ഉരുണ്ട് അതോ അപ്പുറമങ്ങ് യാത്ര പോകുമ്പോ ഇടയിലെ മരങ്ങളെ കിട്ടുമ്പോ മരങ്ങളൊട്ടിക കേക്കിട പലക്കന്തര കൊന്തുള്ള നന്റെ ഹബീബുടെ നിങ്ങൾക്ക് ഗുരുത്തുള്ള കല്ലുക കിട്ടുമ്പോ കള്ളുരട്ടിക കേക്കിട അല്ല കല്ല് മദീനത്ത് കിടക്കിട പ്രവാചകടെ ഗുരുത്തുള്ള പലതും മൃഗങ്ങളും പ്രാണികളും കാണുമ്പോ അവിടെ സ്വലാമുൽ ചെന്നു ആ കിടാവ് ഉരുണ്ട മദീനത്തെ മണത്തറികൾ ആ ഓരോരോ അതാ അങ്ങ് കല്ലും മുള്ളുമായിട്ടിങ്ങനെ യാത്ര ചെല്ലുമ്പോ കിടാവ് ഉരുണ്ട് പോണ്ടതാ നടന്നിട്ടല്ല. കിതാബുകള് പണ്ഡിതന്മാര് ചൊല്ലറാ ഒലിമ്പ വർഷമുള്ള കിടാവുടെ ആ മോന്റെ ശരീരമാകെ മുള്ളുത്തെറിച്ച് കള്ളുത്തെറിച്ച് പൊയ്യ തരിച്ചിട്ടങ്ങ് ചോരവുണ്ട്. മുഖം ശരീരവും കാലും അങ്ങ് പൊട്ടുരു അതാ അങ്ങതാ രക്തം ചോരങ്ങ് പൊട്ടി ഒഴുകുടൂ. അങ്ങനെ അതാ മദീനത്തെ ബൗണ്ടറിയിലെത്തുമ്പോ ആ കിടാവ് അല്ലാഹുവിന്റെ ദുആർക്കട റബ്ബേ ഹബീബായ നബി തങ്ങളാ മദീന വന്നു കാണുക ഞാൻ ആശ വെച്ചിന്ന്. ആ മദീനത്തെ അവിടുത്തെ മണ്ണ് അവിടുത്തെ പൊയ്യ അവിടുത്തെ ഭൂമിക നാണെത്തിയ ആ നാമന്റെ തെരുളു പല മുള്ളുകളും കല്ലുകളോ തരിച്ചിട്ട് ശരീരമാകെ പൊട്ടിയിട്ട് ചോര വന്നുള്ളൂ. ഇത് ഹബീബായ നബി തങ്ങളെ അതേ സ്മരിച്ചതെങ്കത്തെ ഹബീബായ നബി തങ്ങളെ തട്ടിയെങ്കത്തെ പൊയ്യയാ. ഈ പൊയ്യടെ നാന് നന്റെ മേല് കിട്ടുള്ള ഇത് ഇടുമ്പോ നന്റെ ശരീരത്ത് മുറിഞ്ഞതായ സർവമുറികളെയോ നീ ശിഫയാക്കണല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ ഒലിമ്പ വർഷമുള്ള കിടാവ് മദീനത്തിലുള്ള മണൽത്തരികൾ അവിടുത്തെ പൊയ്യകട് മേല് കിട്ടിട്ടിങ്ങനെ വറസുമ്പോ അതാ കിടാവുടെ ശരീരത്തിലുള്ള ചോര ബണ്ടതങ്ങ് നിക്കട്. പൊട്ടിയതാ പൊട്ടലങ്ങ് മാഞ്ഞു പോണോ. എന്നിട്ട് കിടാവ് ചൊല്ലെ അല്ലാ മദീനത്തുക നാനെത്തിയ ഇനി ഞാൻ ആ റൗളടെ കാടൊടു ഹബീബായ നബി തങ്ങളെ കബറൊന്നു കാടൊടു. ചെന്നിട്ട് തല്ലാരട്ടിക ദ്വാർക്കുമ്പോ ദൂരത്തിലൊരു പ്രകാശം ഒരു ലൈറ്റങ്ങടിക്കട്. അങ്ങനെ നോക്കുമ്പോ ഹബീബായ തങ്ങള് റൗളയാ. കിടാവ് അതാ ഒലിമ്പ വർഷമുള്ള കിടാവ് അങ്ങ് ഉരുണ്ട് അതാ ഹബീബായ
നബിത്തങ്ങള് ആ റൗല മുറ്റത്ത് എത്തുമ്പോ അല്ലാരൊട്ടിಗೆ ഒരുപാട് സ്വലാത്ത് ചൊന്നു, ഒരുപാട് ദിക്ർ ചൊന്നു, ഒരുപാട് സ്വലാത്ത് ചൊന്നു. അല്ലാരൊട്ടിಗೆ ദ്വാരക്കിടല്ലോ അങ്ങത്കഥാ മദീനക്കാരനോട് ചൊല്ലുമ്പോ ദ്വാരക്കുമ്പോ നീനക്ക് മദീന കാട്ടിയ അല്ലാ, ഈ മദീനത്ത് നബിത്തങ്ങളെ റൗള കാട്ടുമ്പോ കാട്ടണു ചൊല്ലുമ്പോ റൗളയിൽ കാട്ടിയ അല്ലാ, ഇനി ഒറ്റ ഒരാശയാനക്കുള്ളത് ഹബീബായ നബിത്തങ്ങളെ ഒന്ന് കിനാവ് കാണണോ, അവിടുത്തെ ഒന്ന് മുഖന്നൊക്കെ കാണണമല്ലോ. ഇങ്ങനെ അല്ലാരൊട്ടിക ഈ കിടാവങ്ങ് ദ്വാരക്കുമ്പോ അങ്ങ് ദ്വാർന്നിട്ട് അവിടെ ബോധക്ഷനായി ആ കിടാവ് പുള്ളു അവിടെ വറക്ക് പിടിക്കട്. ആ വറക്കിള് കിനാവില് ഹബീബായ നബിത്തങ്ങള് ബൾഡ് ഹബീബായ നബിത്തങ്ങള് ആ ഒലിമ്പ വർഷം ആയ കിടാവങ്ങ് വറക്കിള് കണ്ണു നിറോടി കണ്ടിട്ട് എന്നിട്ട് ഇസാരത്തായിട്ടാകുമ്പോ അല്ലാരൊട്ടിಗೆ കേക്കട് റബ്ബേ, അല്ലാന്റെ റസൂലുടെ കണ്ടതായ നന്റെ കണ്ണ, അല്ലാന്റെ റസൂലുടെ കിനാവ് കണ്ടതാ, ഇനി നക്ക് ആരെയും കണ്ടവല്ല, നക്ക് ഇനി ഈ ലോകത്തിൽ നിന്ന് വിട പറയണോ, നക്കനി ഇവിടെ ഈ റൗളയിൽ വെച്ച് മരിക്കണോ. സുബ്ഹാനല്ലാഹ്, ആ ഒലിമ്പ വർഷമുള്ള കിടാവ് മദീന ലക്ഷ്യം വെച്ച് പോയ കിടാവ് ഹബീബായ നേതാവിനെ കാണണു ആസ വെച്ച് പോയ കിടാവ് അങ്ങതാ മദീനത്തെ റൗളയിൽ വെച്ചിട്ടതാ കിടാവ് അവിടെ മരിച്ചു പോലോ. ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിക്കടറ് ഇന്നും ജന്നത്തുൽ ബഖിയയിൽ വെച്ചിട്ട് ആ കിടാവുടെ കബറ് കാണാ. അല്ലാ ഞങ്ങൾക്കും നീ തൗഫീഖ് താ അല്ലാ. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകല്ലേ ആശ ഞങ്ങൾ എല്ലാവരും വെക്കണു. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ಅದಕ್ಕೆ എന്തിനാക്കണം? ഞങ്ങൾ നേതാവുടെ മേൽ സ്വലാത്ത് ചൊല്ലണു, കിടന്നുറങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ലണു. ഉമ്മമാർ ഞങ്ങളെ ഔത്തുള്ള ഞങ്ങൾ സ്വറാക്കുമ്പോ കിച്ചണില് ഞങ്ങളെ മാപ്പിളകമേനായിട്ട് ഫുഡാക്കുമ്പോ മക്കകമേനായിട്ട് ഞങ്ങ കിച്ചണിൽ ഫുഡാക്കുമ്പോ അവിടെയും സ്വലാത്ത് ചൊല്ലറു. സ്വലാത്ത് ചൊല്ലുക എന്തു ആവനുണ്ടെന്തും ഇല്ലേ? ഏയ് അതൊക്കൊരു നീയത്ത് വേന. ഓർത്തെന്താക്കിയ മാർക്കറ്റിൽ പോയിട്ട് തസ്മീനെ മാല പിടിച്ച് സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി, അല്ലെങ്കിൽ എല്ലാവരും എതിരിൽ വന്നു സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി, അല്ലാഹ് അവനക്ക് കൂലി കൊടുക്കില്ലേ? കൊടുക്കൂടാ. എന്തേ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്തുമായ വല മുഹമ്മദുർ റസൂലുള്ളാഹി. ആണിങ്ങ കുറഞ്ഞെങ്കിലും പെണ്ണിങ്ങ യാറും ഉണ്ടല്ലേ? മാഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അല്ലേ? അപ്പൊ ഞങ്ങൾ എന്താക്കുന്നു? ഞങ്ങളെ മക്കളെയും ജാമണ ഞങ്ങൾ കിടക്കുമ്പോ മക്കളെ പിടിച്ച് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുകൂ. മാപ്പിളന്മാര് പെഞ്ഞായിരൊട്ടിಗೆ ചൊല്ലണു, സ്വലാത്ത് ചൊല്ലുകൂ. പെഞ്ഞായി മാപ്പിളരൊട്ടിಗೆ ചൊല്ലണു, സ്വലാത്ത് ചൊല്ലുകൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്ത് ആമി ഉണ്ടാക്കില്ലേ? നിപ്പട്ടോണ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ ഒരു മക്കളെ കാര്യം ചൊല്ലുമ്പോ ഞങ്ങളെ
ഉമ്മമാരൊട്ടിಗೆ പ്രത്യേകിച്ചിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കൂ ചൊല്ലുന്നു. എന്തേ ഞങ്ങളെ ചെറിയ മക്കല്ല ഇക്കിടാരൊട്ടിಗೆ ഉമ്മമാരൊട്ടിಗೆ അമ്മമാർക്ക് ബാപ്പന്മാർ അങ്ങ് സുബൈക്ക് പോണ്ടു അസറാകുമ്പോൾ പണ്ടു ചിലപ്പോൾ ചെമ്മ മക്കളൊട്ടിಗೆ ಸಂಪರ್ಕ അങ്ങനെ കളിക്കുകയും അങ്ങനെ മുണ്ടു ചിലപ്പോൾ ടൈം കിട്ടുന്നുണ്ടില്ല. പക്ഷെ ഞങ്ങളെ ഉമ്മമാരും ഞങ്ങളെ പെങ്ങന്മാരും ഞങ്ങളെ മക്കളെ സംരക്ഷണ ഞങ്ങൾക്ക് വേണു അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വേണു. വയസ്സന്മാരെ ഉമ്മമാര്, പണ്ടത്തെ ഉമ്മമാര് നിങ്ങൾ നോക്കുറോ അമ്മിക്കല്ലുമായിട്ട് ഔത്തുരുള്ള അതാ പണ്ടത്തെ കല്ലിട പിടിച്ച് അറുക്കിട ഉമ്മമാര്. പക്ഷെ ഇപ്പൊ അറുക്കിടയ്ക്കത്തെ അത് ചാൻസ് ഇല്ല. അതൊക്കെയുണ്ട് എല്ലാം മിഷൻ റെഡിയായിട്. പണ്ടത്തെ ഉമ്മമാര് അതാ അങ്ങ് മുളോ ഇട്ടിട്ട് കല്ല് ഇട്ടിട്ട് അറുക്കുമ്പോ എത്ര നഫീസത്ത് മാല തീർത്തോണ്ടിന്നറ്, എത്ര മൊഹിയദ്ദീൻ മാല തീർത്തോണ്ടിന്നറ്. ഇന്ത്യ എവിടെ മൊഹിയദ്ദീൻ മാല എവിടെ പോയിട്, നഫീസത്ത് മാല എവിടെ പോയിട് അല്ലേ? അങ്ങനെ അല്ല ഞങ്ങളെ വദാ സമയങ്ങള് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ബാലക്കാരട്ടികൾ ചൊല്ലട്ട. ഞങ്ങ ബസ്സിലെ യാത്ര പോകുമ്പോ, ബൈക്കിലെ യാത്ര പോകുമ്പോ, ഞങ്ങ ഏതെങ്കിലും ഒരു കാറിലെ യാത്ര പോകുമ്പോ എത്ര സ്വലാത്ത് ചൊല്ലോ അത്ര സ്വലാത്ത് ചൊല്ലണു. 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ചുരുങ്ങിട്ട് ഒരു 3 സ്വലാത്ത് ചൊല്ലൂ ശ്രമിക്കുന്നു. ഞങ്ങ കിടന്നുറങ്ങുമ്പോ എത്ര കുറഞ്ഞെങ്കിലും 10 ഇരട്ടി കൊറടി സ്വലാത്ത് ചൊല്ലാണ്ട് ഉറങ്ങുക തീറാ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇങ്ങനെ വിഷയ ചൊല്ലുമ്പോ എല്ലാം നമ്പ്യങ്ങളാവല ഉസ്താദ്. ആരെ നമ്പിട്ട് പണങ്ങാക്കടെ എല്ലാം ഞങ്ങൾ ചൊല്ലുമ്പോ ഞങ്ങളെ മക്കയുണ്ട് 2 പലക്ക വരുടെ ഉസ്താദ്. അതല്ലേ പണ്ടൊരു ഉമ്മ, പണ്ടൊരു ഉമ്മ അള്ളാഹുക്ക് ഒരു കടലാസ് എഴുതിയോള പറയേക്കോ. പണ്ടൊരു ഉമ്മ അള്ളാഹുക്ക് ഒരു കടലാസ് എഴുതിത്തോല. എങ്ങനെ നക്കൊരു 500 രൂപ പൈസ തരണു അല്ല, നീന് എങ്ങനെ ആക്കിയെങ്കിലോ ഒരു 500 രൂപ പൈസ തരണു ചൊന്ന. ഇപ്പൊ മുന്നലത്തെ പോലല്ല, ഇപ്പൊ വിശ്വാസമുള്ള ഭാര്യ കൊറോടിയല്ല ഇപ്പൊ. എന്തിനാ ചൊന്നെങ്കിലും അയാൾ ചൊന്നോണ്ടിക്കട്ടെ, അയാൾക്ക് വേറെന്തൊരു സ്വരം ഉണ്ട്, അയാൾ ചൊന്നോണ്ടിക്കട്ടെ. എങ്കിലും കടലാസ് എഴുതരങ്ങ ഉള്ളറ അള്ളാഹുക്ക് കടലാസ് എഴുതര ഈ ലോകത്തിൽ ആരെങ്കിലും ഉള്ളറ? ഏതായിട്ടും നന്റെ പോലത്തെ ഒരു നക്കൂറ് ഉമ്മ ഉണ്ടല്ലേ, ആ ഉമ്മക്ക് ഒരു സമാധാനം ആവട്ടെ ചെന്നിട്ട് കീസര ആ കീസര ഇപ്പുറത്തെ കീസര അപ്പുറത്തെ കീസര എല്ലാം ഭർത്തിയാക്കിയിട്ട് ഒരു 450 രൂപ 450 രൂപ ആ കടലാസ് ഇട്ടിട്ട് അയിമ അതേ അഡ്രസ്ക്ക് പോസ്റ്റ് ആക്കി, പോസ്റ്റ്മാൻ പോസ്റ്റ് ആക്കിയോ. ബയർ കത്തിയിട്ട് നക്കും അങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടല്ലേ, നന്റെ ഉമ്മയുടെ പോലത്തെ ഒരു ഉമ്മ ആയിട്ടിക്കു പാവ, ഒരു പൈസത്തെ ആശയുള്ള ഒരു ഉമ്മ ഇക്കട്ട് ചെന്നിട്ട് അഞ്ഞ ഭർത്തിയാക്കിയിട്ട് ഒരു 450 രൂപ പോസ്റ്റ് ആക്കിയ. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോ ആ കടലാസ് ആ ഉമ്മക്ക് കിട്ടി നോക്കുമ്പോ വടച്ചിട്ട് നോക്കും എന്തിര് 450 രൂപ ഉള്ളി. അപ്പ ഉമ്മ വരച്ചിട്ട് യാള്ള നാണ അല്ലാറൊട്ടിಗೆ 500 രൂപ കേട്ടെ നക്ക് 450 രൂപ മേലേ പൈസ തന്നേ ചൊന്നിട്ട് തിരിച്ചിട്ട് ഒരു കടലാസ് അള്ളാഹ് 2ാമത് എഴുതിയ ഉമ്മ. 2ാമതൊരു കടലാസ് എഴുതിയിട്ട് ഉമ്മക്കിട ആർക്ക് അള്ളാഹു അല്ല തന്നല്ലേ 450 രൂപ. അങ്ങനെ എഴുതിയിട്ട് പോസ്റ്റ് ആക്കിത്ത്, പോസ്റ്റ്മാൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നോക്കിയിട്ട് വടച്ചിട്ട് നോക്കിട്ടാകുമ്പോ ആ കടലാസിൽ എഴുതിരെന്തിര് അല്ലാ നിന്റെ ഒട്ടിക്ക് ഞാൻ 500 രൂപ പൈസ കേട്ടല്ലേ അല്ലാ ഒക്കൂ. ആ പൈസത്തെ നീ കടത്തന്നിട്ടിക്കോ എനക്ക് 500 രൂപ, അതിന് 50 രൂപ പോസ്റ്റ് വേണം കട്ടിട്ട് പോയ. എങ്ങനെ 500 രൂപ 50 രൂപ പോസ്റ്റ് വേണം കട്ടിട്ട് നക്ക് 450 മാത്രം തന്നേ വേണിന്ത ഈ പോസ്റ്റ് വേണം ഇത്ര വരും. അപ്പൊ ബയറ് കത്തിട്ട് എന്താക്കിയെങ്കിൽ ഇപ്പൊ നല്ലതൊക്കെ തെറിയില്ലാണ്ട് ഉമ്മാകെ ഈ പോസ്റ്റ് വേണമെങ്കിൽ സാപ്പം വെച്ചിട്ട് പോയി നക്ക് അവന് 500 രൂപ 50 രൂപ കട്ടിട്ടേ തിണ്ടാവണു, 450 മാത്രം തന്നേണ്ട്. അത് എന്തുക ഞാൻ ഓർമ്മപ്പെടുത്തിയുണ്ട് ചൊല്ലുമ്പോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഞങ്ങളൊട്ടിಗೆ ഒരുപാട് വിഷയങ്ങൾ ചൊല്ലു. അക്കൂട്ടത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ ഞങ്ങളൊട്ടിಗೆ ചൊന്നില്ലേ, മാ മിൻ അബ്ദിൽ സഅലൽ നബിയ വസഅലല്ലാഹ മൗലാഹു. നിങ്ങ അല്ലാഹുരൊട്ടിಗೆ നിങ്ങ കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വലാത്ത് ചൊന്നിട്ട് നിങ്ങ കേൾക്കുമ്പോ ഏതൊരു അല്ലാഹുടെ അടിമ അല്ലാഹുടെയും അവിടുത്തെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ നിർത്തി കേൾക്കുമ്പോ ഇല്ലാ കലല്ലാഹു ഹാജതഹു, അല്ലാഹു തആല അവന്റെ ഹാജത്തുകളെ ഉദ്ദേശങ്ങള് അവന്റെ അതാ എല്ലാ മനസ്സിലുള്ള ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കട. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്ത് ചൊന്നിട്ട് റബ്ബുരട്ടിയെ കേൾക്കുമ്പോ സബഈന നൂഅം മിനൽ ബലാഗ്, അല്ലാഹു തആല അവളുടെ തൊട്ട് 70 ബലാഗുകളെ മുസീബത്തുകളെ തട്ടികളയിടണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. വറഫഅ ലഹു 70 ദറജ, അല്ലാഹു അവനക്ക് സ്വർഗീയ ലോകത്തില് 70 ദറജ 70 പ്രതിഫലം അല്ലാഹു കൊടുക്കടന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ മേലിൽ ഞങ്ങൾ സ്വലാത്ത് ചൊന്നു, ഞങ്ങളെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് പരിഹാരം കിട്ടണു. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഹബീബായ നബി തങ്ങളെ മനസ്സിൽ വെച്ചുള്ളൊരു ബാലക്കാർത്തികളെ ബാലക്കാരാ, അന്യ പെണ്ണിടെ അല്ല മനസ്സിൽ വെക്കേണ്ടത്, അന്യ പെണ്ണുമായിട്ട് സമ്പർക്കമല്ല ഞങ്ങൾ ആക്കേണ്ടത്, ഞങ്ങളെ കൽബിൽ വെക്കേണ്ട ഒരു നേതാവ് അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവിടെ കൽബിൽ വെക്കുമ്പോ പിന്നെ ഞങ്ങൾക്ക് അവിടെ അതാ വേറെ ആരും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഹബീബായ നബി തങ്ങള് ഞങ്ങളെ ചെറുപ്രായത്തിൽ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടിയങ്ങള്. ഹബീബായ നബി തങ്ങള് ആ സ്നേഹവും ആ പിരുസവും പഠിപ്പാട്ടിയങ്ങള്. പിന്നെ ആ പെണ്ണ് എത്ര വലിയായെങ്കിലോ, എത്ര ആണുമക്ക പെണ്ണിടെ നട്ട തിരിച്ചെങ്കിലോ, എത്ര കുടിക്കെങ്കിലോ, എത്ര മെസ്സേജ് ആക്കിയെങ്കിലോ, പിന്നെ ആ പെണ്ണ് ഹബീബായ നേതാവല്ലാണ്ട് പിന്നെ പിറുസബക്കള് ഏതൊരു ബാലക്കാരനോ ഹബീബായ നബി തങ്ങളെ മനസ്സിൽ വെച്ചന പിന്നെ അവളുടെ മനസ്സുകാരും വേണ്ട, പിന്നെ ആ നേതാവ് മാത്രമാ. കണ്ടില്ലേ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ഈ ചരിത്രമൊന്നും എന്റെ വാതിട് നിപ്പാട്ടിട. എത്രമാത്രം അല്ലാഹുവിനെ സ്നേഹിച്ചതായാലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ അവിടുത്തെ മരണം അതാ വാർത്ത കേൾക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അതാ മദീന ബുടുകോ തയ്യാറാവുടോ. ഹബീബായ നബിയില്ലാത്ത മദീന നക്ക് വേണ്ട, ഹബീബായ നബിയില്ലാത്ത മദീനത്ത് നാ നിക്കില്ലേ. ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങള്
ഹബീബായ നബി തങ്ങളെ വഫാത്ത് കഴിഞ്ഞിട്ട് മദീന വിടുറോ. അങ്ങനെ മദീന വിടുമ്പോ അതാ മദീനത്തെ മുട്ടുബേരായത്തിൽ താമസിക്കുമ്പോ ഒരു കഥാ ബിലാൽ റളിയല്ലാഹു അൻഹുടെ കിനാവിൽ ഹബീബായ നബി തങ്ങളെ ബണ്ട്. ഹബീബായ നബി തങ്ങളെ വന്നിട്ട് ചൊല്ലുവല്ല, ബിലാലേ നല്ല മദീന ബുട്ടമാ, നല്ല മദീനത്തെ നീ വിട്ടുപോയമാ, നല്ല മദീനത്തുക്ക് നീ ബണ്ടില്ലേ, നന്റെ കാണുക നീ ബണ്ടില്ലേ. ബിലാൽ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് കേൾക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങള് ആകെ ബേജാറായി പോയിത്തു. സുബ്ഹാനല്ലാഹ്, വറക്കിൽ നിന്ന് സാരത്തായിട്ട് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഓടറോ മദീനത്ത് കഥ. ആ മദീനത്തുക്ക് പോകുമ്പോ ആ മദീനത്തെ ആൾമാർ ആകെ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങളെ വന്നറ് ഹബീബായ നബി തങ്ങളെ കാലഘട്ടത്തിലുള്ള ഹബീബായ നബി തങ്ങളുടെ മുഅദ്ദിനായ മുക്രിക്കയായ ബിലാൽ മദീനത്തുക്ക് വന്നറ് ചൊല്ലുമ്പോ മദീന നിവാസികൾ ഓടി വന്നറ് ബിലാലിനെ കണ്ടറ്. എന്നിട്ട് ബിലാലൊട്ടിയെ ചെന്ന മദീന നിവാസികളോ മദീനത്തെ ആൽമാർ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങളെ ചൊല്ല്, ഏ ബിലാല്, അല്ലാഹുവിന്റെ റസൂലുടെ കാലഘട്ടത്തിലുള്ള മുഅദ്ദിനല്ലേ, മുക്രിക്കയല്ലേ നിങ്ങള്? എന്നെങ്കില് ആ നബി തങ്ങളെ കാലഘട്ടത്തില് നിങ്ങ കൊടുത്തെങ്കത്തെ ബാങ്ക് ഞങ്ങ കേക്കാണ്ട് ഞങ്ങൾക്ക് ആശ പിടിച്ചിട്, അതുകൊണ്ട് നിങ്ങ ബാങ്ക് കൊടുക്കടോ. ഈ മദീന പള്ളിയിൽ നിങ്ങ ബാങ്ക് കൊടുക്കടോ. നിങ്ങളെ ബാങ്ക് കേൾക്കുക നിങ്ങൾക്ക് ആശയായിട്ടുള്ളൂ. അങ്ങനെ അതാ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങള് അവിടെ കൂടിയ ആൾമാരൊട്ടിക ചൊല്ലുകയില്ല, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീന, അല്ലാഹുവിന്റെ റസൂൽ ജീവനില്ല, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത ഈ മദീനത്തുള്ളോ നാന് ബാങ്ക് കൊടുക്കില്ല. അതാ അവിടെ ആൾമാർ ഒത്തായ കിടറ്. അങ്ങളുടെ ഒത്തായ പ്രകാരമാ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കണോ. അങ്ങനെ ബാങ്ക് കൊടുത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി തങ്ങളെ അതേ പേരങ്ങ് ബാങ്കള് ചൊല്ലുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുടെ മനസ്സങ്ങ് പൊട്ടിവയ്ത്ത്, കൽബങ്ങ് പൊട്ടിവയ്ത്ത്, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീന ആകെ മനസ്സ് ബേജാറായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്കെടുക്കടയിലായി അങ്ങ് ബോധക്ഷനായി പോടൂ. അതാ മാഷാ അല്ലാഹ്, എന്തുകൊണ്ട് ഹബീബായ നബി തങ്ങള് ആ മനസ്സിലുള്ള ഇഷ്ക, അവിടുത്തെ സ്നേഹമാ, അവിടുത്തെ പേര് ചൊല്ലുമ്പോ
മനസ്സ് സമാധാനമായില്ല. ഹബീബായ നബി തങ്ങളെ മനതാ അവിടുത്തെ ആ മനസ്സ് ഹബീബായ നബി തങ്ങളൊട്ടിಗೆ പോയിട്ട് അല്ലാഹുവേ ഞങ്ങൾക്കുമാ ഹബീബായ നബി തങ്ങള് ഞങ്ങളെ കൽബ് കൊണ്ട് ഞങ്ങൾ നല്ലോരു സ്നേഹിക്കുക അല്ലാ, പിരിസബെക്കുക തൗഫീഖ് ദാ അല്ലാ. ഞങ്ങൾ എല്ലാരെ മനസ്സിൽ വേണു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓരോരുത്തരെ മനസ്സിൽ നബിത്തങ്ങളെ കാണണം ചൊല്ലി ഒരു ആശ ഇണ്ട് ഞങ്ങ മനസ്സിൽ ദൃഢാക്കൊറു. ഞങ്ങൾക്ക് ഹബീബായ നബിത്തങ്ങളെ കാണണോ. കിടന്നുറങ്ങുമ്പോ അല്ലാരൊട്ടിಗೆ ദുആർക്കൊരു, റബ്ബേ നക്ക് നീ നബിത്തങ്ങളെ കാട്ടണു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ തങ്ങളെ കാണുക. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ചെമ്മ പിരിസബെക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുദീർഘമായ വാള് ചൊല്ലി എനിക്കത്തെ ടൈമുമല്ല. ഇന്നലെ ജൻഡ്ര കണ്ടതോളം ജാവായിട് ഇണ്ടും കുറെ ലേറ്റാക്കിടത് ശരിയല്ല. നാളെയും ഫംഗ്ഷനുണ്ടു, നാളെക്കളിയും ഫംഗ്ഷനും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കാണില്ലോ ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ഇനി ദുആർക്ക് പോകണ്ട, ചെറിയൊരു ദുആ ഇൻഷാ അല്ലാഹ്. അപ്പുറല്ല ഇന്ന ആൾമാരെല്ലാം ഇപ്പറ വരൂല, അപ്പുറ ഇപ്പറ ഇന്ന ആൾമാരെല്ലാം ഇപ്പറ വരും ഇൻഷാ അല്ലാഹ്. ഞങ്ങളൊന്നും ദുആർക്ക ഇൻഷാ അല്ലാഹ്. നല്ലൊരു 2 ഗಂಟೆയുടെ വാള് ചൊല്ലണിട്ട് ഉദ്ദേശിച്ചിട്ടാ വന്നരെ നാൾ. ഹുബ്ബുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ആ മത് ഒരു 2 ഗಂಟೆ ചൊല്ലണുണ്ട് കരഞ്ഞ്. പക്ഷെ ചെമ്മ ടൈം ആയതുകൊണ്ട് ഇന്നലെയും കുറെ ടൈം ആയിടല്ലേ, അപ്പൊ അതുകൊണ്ട് എന്റെ വേഗത്തിൽ നിപ്പാട്ടിയതായിട്ട് ഇക്കടെ. എന്തായാലും ഇൻഷാ അല്ലാഹ് ആ ഒന്ന് ആൾമാർ ഇപ്പറൊന്ന് വന്നിരെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ദുആർക്കത്ത് അല്ലാഹു ഞങ്ങൾ തൗഫീഖ് നൽകും. ആർക്ക് വിളിക്കുക ആളില്ല, ഒന്ന് അപ്പുറം ഇപ്പുറം ഇന്നെങ്ങൊന്ന് ഇപ്പുറം പറയും ഇൻഷാ അല്ലാഹ്.